മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തെ നേരിടാൻ കർശനമായ പുതിയ നിയമനിർമ്മാണങ്ങളുമായി കേരള സർക്കാർ മുന്നോട്ട്. ഇതിന്റെ ഭാഗമായി വന്യജീവി സംരക്ഷണം കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്നലെ നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ബില്ലിലെ വ്യവസ്ഥകൾ ജനങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കരട് ബില്ലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്ന്, ജനവാസ മേഖലയിൽ ഇറങ്ങി പൊതുസ്ഥലത്തോ താമസ സ്ഥലത്തോ കാണപ്പെടുന്ന വന്യമൃഗത്തെയും അപകടകാരിയായി കണക്കാക്കാം എന്നതാണ്. ഇത് നിലവിലുള്ള നിയമങ്ങളെ അപേക്ഷിച്ച് വളരെ നിർണായകമായ ഒരു മാറ്റമാണ്. സാധാരണയായി മനുഷ്യരെ ആക്രമിച്ചാലോ കൃഷി നശിപ്പിച്ചാലോ മാത്രമാണ് ഒരു മൃഗത്തെ അപകടകാരിയായി കണക്കാക്കിയിരുന്നത്. എന്നാൽ പുതിയ ഭേദഗതി ഈ നിർവചനം കൂടുതൽ വിപുലീകരിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് തൽക്ഷണ ഉത്തരവിലൂടെ വന്യമൃഗത്തെ വെടിവെച്ച് കൊല്ലാൻ അനുമതി നൽകുന്നു എന്നതാണ് പുതിയ ബില്ലിലെ മറ്റൊരു ശ്രദ്ധേയമായ ഭാഗം. മൃഗത്തെ മയക്കുവെടി വയ്ക്കാനോ പിടികൂടാനോ മാറ്റി പാർപ്പിക്കാനോ അനുമതി നൽകാനും വാർഡന് അധികാരമുണ്ടാകും. ഒരു മൃഗത്തെ വെടിവെച്ച് കൊല്ലുന്നതിന് മുമ്പ് കളക്ടറെയോ മുഖ്യ വന സംരക്ഷണ അധികാരിയോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോ റിപ്പോർട്ട് നൽകണം. ഈ റിപ്പോർട്ടിൽ മൃഗം അപകടകാരിയാണെന്നും മനുഷ്യരെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചെന്നും ചൂണ്ടിക്കാണിക്കണം. ഈ വ്യവസ്ഥ മൃഗത്തെ കൊല്ലുന്നതിന് മുമ്പ് ഒരു ഔദ്യോഗിക നടപടിക്രമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നു. കേരളത്തിൽ അടുത്ത കാലത്തായി മനുഷ്യരെ ആക്രമിക്കുന്ന കടുവ, പുലി, കാട്ടുപന്നി, ആന എന്നിവയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വയനാട്, ഇടുക്കി, പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ ഇത് ഗുരുതരമായ ഒരു സാമൂഹിക പ്രശ്നമായി മാറിയിട്ടുണ്ട്. കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന ആവശ്യം ശക്തമായതിന് പിന്നാലെയാണ് സർക്കാർ ഈ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുന്നത്. ഈ കരട് ബിൽ 1972 കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ലക്ഷ്യമിടുന്നത്. കേന്ദ്ര നിയമത്തിൽ ഇത്തരമൊരു വ്യവസ്ഥ നിലവിലില്ല. അതിനാൽ പുതിയ നിയമം ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കേണ്ടി വരും. ഇത് നിയമം നടപ്പിലാക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കുമോ എന്ന ആശങ്ക ചില വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പുതിയ ബില്ലിനെ കുറിച്ച് പാരിസ്ഥിതിക പ്രവർത്തകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരു ഭാഗത്ത് മനുഷ്യന്റെ ജീവന് മുൻഗണന നൽകുന്ന ഈ നിയമത്തെ അവർ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ മറുവശത്ത് ഇത് വന്യജീവികളുടെ കൂട്ടക്കൊലയ്ക്ക് വഴിവെച്ചേക്കാമെന്നും മൃഗങ്ങൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങളെ നിയന്ത്രിക്കാൻ ആവശ്യമായ ശക്തമായ വ്യവസ്ഥകൾ ബില്ലിലില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. മനുഷ്യർ അതിവേഗം വനമേഖലകളിലേക്ക് കടന്നു കയറുകയും സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ മൃഗങ്ങൾക്ക് ഭക്ഷണം തേടി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. ഈ വസ്തുത പരിഗണിക്കാതെ മൃഗങ്ങളെ മാത്രം കുറ്റക്കാരാക്കുന്ന ഒരു നിയമം എത്രത്തോളം നീതിയുക്തമാണെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മനുഷ്യന്റെ ഇടപെടലുകൾ കുറച്ച് മൃഗങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്ന് അവർ വാദിക്കുന്നു. കരട് ബിൽ നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ പൊതുജനങ്ങൾക്ക് തങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാൻ അവസരം ലഭിക്കും. ഈ വിഷയത്തിൽ വിവിധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കൂടുതൽ ചർച്ചകളും നിർദ്ദേശങ്ങളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് ബില്ലിൽ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. ഇതിനോടൊപ്പം സ്വകാര്യ ഭൂമിയിൽ നട്ടുവളർത്തിയ എല്ലാ ചന്ദനമരവും വനം വകുപ്പിന്റെ അനുമതിയോടെ മുറിക്കാൻ സാധിക്കുന്ന കേരള വന കരട് ബില്ലും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. നിലവിൽ ചന്ദനമരം മുറിക്കുന്നതിന് കർശന നിയന്ത്രണങ്ങളുണ്ട്. പുതിയ ഭേദഗതി കർഷകർക്കും സ്വകാര്യ വ്യക്തികൾക്കും ചന്ദനമരം വളർത്താനും മുറിക്കാനും കൂടുതൽ സ്വാതന്ത്ര്യം നൽകും. ഇത് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ചന്ദന കൃഷിക്ക് പ്രോത്സാഹനം നൽകാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. വന്യജീവി നിയമത്തിലെ ഭേദഗതി ബിൽ ഒരു വശത്ത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമ്പോൾ മറുവശത്ത് വന്യജീവികളുടെ അവകാശങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഈ ബില്ല് നിയമമായി മാറിയാൽ അതിന്റെ പ്രായോഗികമായ വെല്ലുവിളികളും സാധ്യതകളും എന്തൊക്കെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇത് കേരളത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും വിലയിരുത്തേണ്ടതുണ്ട്. വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്കും പരിക്കേൽക്കുന്നവർക്കും കൂടുതൽ നഷ്ടപരിഹാരം നൽകാനുള്ള വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തുമോ എന്ന ചോദ്യവും പ്രസക്തമാണ്. വന്യജീവി സംരക്ഷണവും മനുഷ്യന്റെ സുരക്ഷയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സന്തുലിത സമീപനമാണ് ഈ നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ വന്യജീവി ആക്രമണത്തിന് ഇരയായവർക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരം അപര്യാപ്തമാണെന്ന് വ്യാപകമായ പരാതിയുണ്ട്. പുതിയ ഭേദഗതി ഈ വിഷയത്തെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നത് പ്രധാനമാണ്. ആളുകളുടെ ആശങ്കകൾ പരിഹരിക്കുകയും ഒപ്പം വന്യജീവികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരു നിയമം കൊണ്ടുവരിക എന്നത് സർക്കാരിന് ഒരു വലിയ വെല്ലുവിളിയാണ്. ഈ കരട് ബില്ലിന്മേലുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചൂടുപിടിക്കും. പൊതുജനങ്ങളുടെയും പാരിസ്ഥിതിക പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് സർക്കാർ അന്തിമ തീരുമാനം എടുക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ നിയമത്തിന്റെ ഭാവി. വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതികൾ കേരളത്തിന്റെ ഭാവിയിൽ വലിയ സ്വാധീനം ചെലുത്തും. ഈ വിഷയത്തെക്കുറിച്ച് എല്ലാ ഭാഗങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിച്ചതിനു ശേഷം മാത്രമായിരിക്കും സർക്കാർ അന്തിമ തീരുമാനമെടുക്കുക. ഈ നിയമം യാഥാർത്ഥ്യമാകുമ്പോൾ അത് വന്യജീവി സംരക്ഷണ നിയമങ്ങളുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായി മാറും.